Good morning, children. Today we are continuing with the lesson His First Flight, the story written by Liam of Laherty. In the last class, we have seen that our little seagull was left alone on his ledge by his family, not because they don't love him, but he was not ready to learn the art of flight. His siblings had already learned the art of flight and they learned to catch their prey. But our little seagull was not ready to attempt, even to attempt how to fly. Let us continue. The sun was now ascending the sky, blazing warmly on his ledge that faced the south. So the things happened were yesterday, and he was left alone since then. Now the next day has dawned. പിറ്റേ ദിവസം മോർണിംഗ് ആയി. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ. അസെൻഡിങ് മീൻസ് സൂര്യൻ ഉദിച്ചു വരിക. ബ്ലേസിംഗ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ് ദ സൗത്ത്. ബ്ലേസിംഗ് ഹിയർ മീൻസ് ഷൈനിങ്. സൂര്യപ്രകാശം അവൻ്റെ ലെഡ്ജിലേക്കാണ് വീഴുന്നുണ്ട്. അവൻ്റെ ലെഡ്ജിൽ നേരെ സൂര്യപ്രകാശം വീഴുന്നുണ്ട്. ആൻഡ് ദ റേസ് ഓഫ് ദ മോർണിംഗ് സൺ, ഇറ്റ് വാസ് വാം. അത്ര ചൂടൊന്നും ആയിട്ടില്ല, നല്ല സുഖകരമായിട്ടൊരു ഇളം ചൂടാണ്. He felt the heat because he had not eaten since the previous nightfall. Though the morning sun provided warmth, our little seagull felt it as very hot. Why? Because he had not eaten anything. വയറ് വിശന്നിരിക്കുകയാണ്, വയറ്റിലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഇളം ചൂട് പോലും അവന് കൊടും ചൂടായിട്ട് അനുഭവപ്പെടുകയാണ്. Then he had found a dried piece of mackerel's tail at the far end of his ledge. തലേദിവസം അച്ഛനും അമ്മയും പറക്കാൻ പഠിപ്പിച്ച സമയത്ത് കൊടുത്തിരുന്നു. അതിനുശേഷം ഭീഷണിപ്പെടുത്തിയിരുന്നു, നിനക്ക് ഭക്ഷണം പോലും തരില്ല എന്ന്. അവരതിനനുസരിച്ച് തന്നെ ഒന്നും കൊണ്ട് കൊടുത്തില്ല. പിന്നെ അപ്പോൾ ഉണ്ടായിരുന്ന ഫുഡൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം രാത്രിയായി, നൈറ്റ് ഫോൾ കഴിഞ്ഞപ്പോൾ, രാത്രി ആയി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ എല്ലാം പരതി ഒരു കഷ്ണം ഡ്രൈഡ് പീസ് ഓഫ് മാക്കറൽ സ്റ്റീൽ. മാക്കറൽ ഈസ് എ കൈൻഡ് ഓഫ് ഫിഷ്. പണ്ടെപ്പോഴോ കൊടുത്തിരുന്ന ഒരു മാക്കറൽ എന്ന് പറയുന്ന ഫിഷിൻ്റെ ടെയിൽ എൻഡ്, അതിൻ്റെ വാൽ കഷ്ണം, അതും ഡ്രൈഡാണ്, ഉണങ്ങിയതാണ്. എങ്കിലും വേണ്ടില്ല, അതെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ അതവൻ കണ്ടുപിടിച്ചു തിന്നിരുന്നു. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. സ്ക്രാപ്പ് ഓഫ് ഫുഡ് മീൻസ് ഭക്ഷണത്തിൻ്റെ ഒരു തരി പോലും അവിടെ എങ്ങുമില്ല. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. Bird being hatched or egg being hatched എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞ് വരിക. അപ്പം ഈ ഒരു ലെഡ്ജിലെ അച്ഛനും അമ്മയും കൂടെ ചേർന്നുണ്ടാക്കിയ സ്ട്രോ കൊണ്ടും ചെളി കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ കൂട്ടിലാണ് ഈ സഹോദരങ്ങൾ, ഈ സീഗൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വന്നത്. ഇവൻ്റെ സഹോദരന്മാരും സഹോദരിയും ഒക്കെ അവിടെയാണ് വളർന്നത്. ആ കൂടിനെയാണ്, ആ നെസ്റ്റിനെയാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡർട്ട് കേക്ഡ് സ്ട്രോ നെസ്റ്റ്. ചെളിയും സ്ട്രോയും ഒക്കെ കൊണ്ട് ആ പേരൻറ് സീഗൾസ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇടയിലെല്ലാം അവൻ അന്വേഷിച്ചിരുന്നു. ഹി സെർച്ച്ഡ് എവറി ഇഞ്ച്. ഒരു സ്ഥലം പോലും വിട്ടുപോകാതെ എന്തെങ്കിലും പഴയ ഫുഡ് കൊണ്ടു തന്നതിൻ്റെ എന്തെങ്കിലും കഷ്ണം കിടപ്പുണ്ടോ എന്ന് അവൻ നോക്കിയിരുന്നു, തലേന്ന് രാത്രി തന്നെ. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. He even gnawed at the dried pieces of eggshell. It was like eating a part of himself. Underline that sentence. It was like eating a part of himself. And there is a word gnawed. Gnawed. It should be pronounced gnawed. Knowing something means to biting something or hitting at something to make a piece of it. ഇവിടെ ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ ആണ്. ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്ത് വന്ന ആ മുട്ടത്തോടുകൾ, ഈ കുഞ്ഞുങ്ങൾ ഇത്രയും വലുതായി, അതവിടെ കിടന്ന് ഉണങ്ങിപ്പോയതാണ്. ആ ഉണക്ക മുട്ടത്തോട് പോലും അവൻ കടിച്ച് തിന്നാൻ ശ്രമിച്ചു. ആൻഡ് ദാറ്റ് ഈസ് വൈ ദ ഓതർ സേസ് ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. ആ മുട്ടത്തോട് തിന്നാൻ ശ്രമിക്കുക എന്നുള്ളത് അവനെ തന്നെ ഭക്ഷണം ആക്കുന്നതിന് തുല്യമാണ്. കാരണം യെസ്, വൺസ് ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്, ഇവൻ്റെ ഒരു ഭാഗമായിരുന്നു.
ആ മുട്ടത്തോട്. അതിൽ നിന്നാണ് അവൻ പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ മുട്ടത്തോട് കഴിക്കുക എന്നുള്ളത് അവനവനെ തന്നെ തിന്നുന്നതിന് തുല്യമായിട്ട്. സോ ദാറ്റ് ഷോസ് ദ പതറ്റിക് കണ്ടീഷൻ ഓഫ് ദ ബേർഡ്. ഹെൽപ്ലെസ്, നിസ്സഹായ അവസ്ഥ. ഹി വാസ് സോ ഹംഗ്രി. അത്ര വിശന്നിരിക്കുകയാണ് അവൻ. അതുകൊണ്ടാണ് അതെങ്കിൽ അത് എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഹി നോഡ് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എക്ഷൽ എന്ന് പറയുന്നത്. നമ്മൾ പറയാണ്ട് ഗതികെട്ടാൽ, യെസ്, ആ ഒരവസ്ഥയിലാണ് നമ്മുടെ യങ് ലിറ്റിൽ സീകൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഒറ്റയ്ക്കാണ്. രാത്രി മുഴുവനായി ഇരുട്ടത്ത് അവൻ ആ കൂട്ടിൽ ഒറ്റയ്ക്കായിരുന്നു എന്ന് മാത്രമല്ല വിശന്ന് വലഞ്ഞും കൂടെ ആയിരുന്നിരുന്നു. ആ ഒരു നിസ്സഹായാവസ്ഥയാണ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് ഓതർ പറയുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. വിശപ്പിൻ്റെ അങ്ങേയറ്റം, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണ് അവനവനെ തന്നെ തിന്നുന്ന രീതിയിലേക്ക് അവൻ എത്തിച്ചേർന്നത്. അവൻ വിരിഞ്ഞു വന്ന മുട്ടത്തോട് കൊത്തി തിന്നാൻ ശ്രമിച്ച് അത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും പറക്കാതെ അച്ഛനും അമ്മയും ഇരിക്കുന്ന ലെഡ്ജിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിൽ, അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴി അവൻ അന്വേഷിക്കാൻ തുടങ്ങി. So he then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. To find some means means ഒരു വഴി കണ്ടുപിടിക്കുക. അച്ഛനും അമ്മ ഇരിക്കുന്നിടത്തേക്ക് പറക്കാതെ എത്താൻ പറ്റുമോ എന്നവൻ ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ഹി ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. ട്രോട്ടിങ് ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് വെച്ചാൽ ലെഡ്ജിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് രണ്ട് വശത്തുകൂടി എതിലെയെങ്കിലും നടന്നു പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നതിനായിട്ട്. ട്രോട്ടിങ് ഈസ് എ മാനർ ഓഫ് വാക്കിംഗ്. നടക്കുന്ന ഒരു രീതിക്കാണ്. മൂവിങ് വിത്ത് ക്വിക്ക് സ്റ്റെപ്സ് ആണ്. പക്ഷികൾ നടക്കുന്നൊന്ന് ചിന്തിച്ച് നോക്കുക. കാലെടുത്ത് വെച്ച് നടക്കുന്നത്. ആൻഡ് ഹിയർ ആസ് a little seagull is a very small bird. He is walking. He uses his legs daintily. Daintily എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്മോൾ ആൻഡ് പ്രെറ്റി എന്നാണ്. ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ളത്, ചെറിയ പക്ഷിക്കുഞ്ഞായതുകൊണ്ട് കെയർഫുള്ളായിട്ട്, പതുക്കെ മീൻസ് കെയർഫുള്ളായിട്ട്, പക്ഷെ കാലെടുത്ത് വെച്ച് നടക്കാതെ. ബട്ട് ദർ ആർ നോ പീസസ് ഓഫ് റോക്ക് പ്രൊജക്റ്റിംഗ്. അവന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ആ ക്ലിഫ് നിങ്ങൾ മനസ്സിലോട്ട് എടുക്കേണ്ടത് ടെക്സ്റ്റ് തന്നിരിക്കുന്നത് പോലല്ല. നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഒരു പാറക്കെട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലിഫിൻ്റെ മുകളറ്റത്ത് ആ ബേർഡ് നിൽക്കുന്നതായിട്ടാണ്. അതങ്ങനെയല്ല, ഒരു സീരീസ് ഓഫ് ക്ലിഫ്, പാറക്കെട്ടുകൾ ചേർന്നൊരു ക്ലിഫാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തെ ലെഡ്ജിലാണ് നമ്മുടെ ലിറ്റിൽ സീകൾ ഇരിക്കേണ്ടത്. അവിടെ ഒരു ചെറിയൊരു ക്രാക്കുണ്ട്, ഒരു വിടവുണ്ട്. അതായത് ആ ക്ലിഫ് കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ഒരു വി ഷേപ്പിൽ എന്ന് വിചാരിക്കുക, അടുത്ത ക്ലിഫിൻ്റെ ഏരിയയിലേക്ക്, അല്ലെങ്കിൽ വേറൊരു റോക്ക് പീസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക, പാറക്കെട്ട്. ആ പാറക്കെട്ടിലെ ലെഡ്ജിൽ ആണ് നമ്മുടെ സീകളുടെ പേരൻസ് ഇരിക്കുന്നത്. ഓപ്പോസിറ്റാണ്, പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ലെഡ്ജിനിടയ്ക്ക് വലിയൊരു വിടവുണ്ട്. അവന് പറന്നല്ലാതെ എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അവന് ചെയ്യാൻ പറ്റുന്നത് ഈ പാറക്കെട്ടിൽ കൂടെ നടന്ന് അത് ജോയിൻ ചെയ്യുന്നിടത്ത് എത്തിയിട്ട് വീണ്ടും മുമ്പോട്ട് നടന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്തെത്തുക. അതിനാണ് അവൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുന്നത്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ ഫോൾ ഓഫ് പ്രെസിപ്പൈസ് വിത്ത് എ സീ ബിനീത്ത്. അതവൻ ശ്രമിച്ചു, നടന്നു പോകാൻ പറ്റുമോ, അവൻ്റെ കുഞ്ഞിക്കാല് വെച്ച് നടന്നു പോകാൻ പറ്റുമോ എന്ന് അവൻ നോക്കുക. പക്ഷെ എന്താ പറ്റുന്നത് വെച്ചാൽ ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷിയർ ഫോൾ ഓഫ് പ്രെസിപ്പൈസ്. പ്രെസിപ്പൈസ് എന്നുള്ളത് ക്ലിഫ് തന്നെയാണ്, കുത്തനെയുള്ളതാണ്. അതിൽ നടക്കാൻ ശ്രമിച്ചാൽ താഴെ കടലാണ്. ദ സീ ഈസ് ബിനീത്ത് ഹിം, സോ ഹി മേ ഫോൾ ഡൗൺ. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പേരൻസ് ദർ വാസ് എ ഡീപ്പ് വൈഡ് ക്രാക്ക്. വളരെ ആഴത്തിലുള്ള, കുറച്ച് വീതിയുള്ള ഒരു വിടവാണ് ഈ രണ്ട് പാറക്കെട്ടുകൾക്കിടയ്ക്ക്. Surely he could reach them without flying if he could only move northwards along the cliff face. അവന് പറ്റിയേനെ, കാരണം ഈ രണ്ട് പാറക്കെട്ടുകളും കൂടെ നോർത്ത് സൈഡിലായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ പാറക്കെട്ടിൻ്റെ ക്ലിഫ് ഫേസ് മീൻസ് പാറക്കെട്ടിൽ കൂടെ നടന്നു പോകാൻ പറ്റും. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്? ദെർ വാസ് നോ ലഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. ഫ്ലൈ മീൻസ് ചെറിയ ഇൻസെക്റ്റ്, ബി അല്ലെ ഫ്ലൈ, ഹൗസ് ഫ്ലൈ നമ്മൾ പറയുന്ന ഈച്ച. ഒരു ഈച്ചയുടെ അത്രയുമേ അവനുള്ളൂ എങ്കിൽ അവൻ ഈ പാറക്കെട്ടിൽ കൂടെ നടന്നു പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഹീസ് എ ബേർഡ്, ദോ ലിറ്റിൽ, ചെറുതാണെങ്കിൽ അവനൊരു പക്ഷിയാണ്.
അവൻ്റെ കുഞ്ഞിക്കാലിന് വെക്കാൻ പോലും പാകത്തിനുള്ള പാറക്കെട്ട് തള്ളി നിൽക്കുന്നില്ല. അവിടെ എങ്ങും ഒരു കഷ്ണം പോലും പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല പാറകൾ. പിന്നെ അവൻ ഇതിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് പോവും. ആൻഡ് എബവ് ഹിം ഹി കുഡ് സീ നത്തിങ്. എന്നാൽ മുകളിലേക്ക് കയറിയിട്ട് ചുറ്റിപ്പോവാം എന്ന് വിചാരിച്ചാൽ മുകളറ്റം വളരെ 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 ഉയരത്തിലാണ്. The precipice was sheer. The top of it was perhaps farther away than the sea beneath him. അവൻ താഴെ കടൽ കണ്ടപ്പോൾ തന്നെ പേടിച്ചാണ്. മൈൽസ് ഡൗൺ, മൈലുകളോളം താഴെ കടൽ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന ആളാണ്. ആ പക്ഷിക്കുഞ്ഞിരിക്കുന്ന ലെഡ്ജിന് മുകളിലേക്ക് കയറിപ്പോയാൽ, പക്ഷെ മുകളിലേക്ക് അവൻ നോക്കുമ്പോൾ താഴെയുള്ള കടലിനേക്കാൾ ദൂരെയാണ് ആ മുകളറ്റം എന്ന് അവന് തോന്നിപ്പോൾ. സോ ദർ ഈസ് നോ വേ ടു റീച്ച് ഹിസ് പേരൻസ് വിത്തൗട്ട് ഫ്ലൈയിങ്. അങ്ങനെയൊന്നും പാറയുടെ മുകളിൽ കൂടോ പാറയുടെ സൈഡിൽ കൂടോ ഒന്നും നടന്ന് അവന് അവൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. സോ ഹി ഡെസ്പറേറ്റ്ലി നീഡ്സ് ഹിസ് പേരൻസ്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്താൻ അത്ര അവർക്കേ പറ്റൂ എന്നെ സഹായിക്കാനെന്ന് അവനറിയാം. ഹീസ് ഇൻ നീഡ് ഓഫ് ദെയർ ഹെൽപ്പ്. നമുക്കറിയാം, നമ്മൾ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ പെട്ടുപോകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നെങ്കിൽ, അല്ലെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. ഇവിടെ ദ യങ് സീകൾ ഓൾസോ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള നീഡ് ഫോർ ഹിസ് പേരൻസ് ഹെൽപ്പ്. അച്ഛനും അമ്മയും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, എനിക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് എത്താൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ വരികയാണ്. പക്ഷെ അവൻ നോക്കിയപ്പോൾ ഒരു തരത്തിലും നടന്ന് അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. മുകളിലേക്ക് കയറിപ്പോകാനും പറ്റില്ല, വശങ്ങളിൽ കൂടെ നടന്ന് അവരുടെ അടുത്തെത്താനും പറ്റില്ല. സോ ഹീസ് ട്രാപ്ഡ്, പെട്ടുപോയിരിക്കുകയാണ് ഓൺ ഹിസ് ledge. We often say that necessity is the mother of invention. ആവശ്യം സൃഷ്ടിയുടെ മാതാവാണ് എന്ന് പറയാറുണ്ട്. സോ ഹിയർ our little seagull also doing something like that. ഒരു തരത്തിലും നടന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ he is trying out some tricks. വേറെ എന്ത് വഴിയാണ് to reach his parents? എങ്ങനെയും അവരുടെ അടുത്ത് എത്തിയേ പറ്റൂ അവന്. അതിനു വേണ്ടിയിട്ട് അവൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം അവൻ ചെയ്യാൻ തുടങ്ങാണ്. See what is happening? He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed his one eye and then the other and pretended to be falling asleep. See what is the trick that he is using? ലെഡ്ജിൻ്റെ ബ്രിങ് മീൻസ് എഡ്ജ്, വക്കിൽ ചെന്ന് നിന്നിട്ട് എന്താ ചെയ്തത്? സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ്, ഒരു കാല് പൊക്കി പിടിച്ചു. എന്നിട്ട് ചിറകിൻ്റെ അടിയിൽ പാടത്തൊക്കെ കൊക്കുകൾ നിൽക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ ഒറ്റക്കാലിൽ, അതുപോലെ ഒരു കാലിൽ നിന്നിട്ട് ഹി ക്ലോസ്ഡ് വൺ ഐ, ആദ്യം ഒരു കണ്ണടച്ചു, ആൻഡ് ദെൻ ദ അതർ ആൻഡ് പ്രിറ്റൻഡഡ് ടു ബി ഫോളിങ് അസ്ലീപ്പ്. പ്രിറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഭാവിക്കുക, അങ്ങനെ ചെയ്യാം, ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങുന്നതായിട്ട്. ഇത്ര ഉയർന്ന ഒരു ക്ലിഫിൻ്റെ വക്കിൽ വന്നു നിന്നിട്ട് കുഞ്ഞ് ഉറക്കം തൂങ്ങി വീഴുന്നു എന്ന് തോന്നിയാൽ, ബിക്കോസ് ഓഫ് ഹിസ് ഇന്നസെൻസ് ഹി ഫീൽസ് ദാറ്റ് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് പറന്നു വരും, എന്നെ രക്ഷപ്പെടുത്തും. അവൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഹി ഈസ് ട്രൈങ് ടു പ്ലേ എ ട്രിക്ക്, അവരെ ഒന്ന് കളിപ്പിച്ചെങ്കിലും എങ്ങനെ. So desperate. So he was doing like that, pretending to be falling asleep. Still, they took no notice of him. പേരൻസ് അവർ അതുക്കും മേലെയുള്ളവരാണ്. They took no notice of him. അവരവനെ ശ്രദ്ധിച്ചതേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് രക്ഷയില്ല. Then he looked at them again. അപ്പോൾ എന്താ അവിടെ കാണുന്നത്? He saw his two brothers and his sister lying on the plateau dozing, with their heads sunk into their necks. ഡോസിങ് ഹിയർ മീൻസ് റിലാക്സ്ഡ് ആയിട്ടുള്ള കിടപ്പാണ് കാണിക്കുന്നത്. ഡീപ്പ് സ്ലീപ്പ് അല്ല, ചെറിയൊരു മയക്കം. എങ്ങനെ പക്ഷികൾ ഉറങ്ങുന്നതെന്ന് നോക്കൂ. വിത്ത് ദർ ഹെഡ്സ് സങ്ക് ഇൻ ടു ദർ നെക്സ്, തല കുനിച്ച് കഴുത്തിലേക്ക് ചെരിച്ച് വെച്ചുകൊണ്ട് പക്ഷികൾ കിടന്നുറങ്ങുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, തല കഴുത്തിങ്ങനെ കുനിച്ച് വെച്ചിട്ടാണ്. സോ ദാറ്റ് മീൻസ് ദേ ആർ വെൽ ഫെഡ് ആൻഡ് ദേ ആർ റിലാക്സ്ഡ്. അവർക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ല, അവർ സുഖമായിട്ട് റിലാക്സ് ചെയ്ത് കിടക്കുക. നമ്മുടെ ലിറ്റിൽ സീകളിന് കിടന്നാൽ കിടപ്പുറയ്ക്കത്തില്ല, കാരണം വയറ്റിലൊന്നുമില്ല, വിശന്നിട്ട് വയ്യ, അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. Then what is his father doing? His father was preening the feathers on his white back. Preening means cleaning. അതെന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാക്കകളൊക്കെ
ചിറക് കോതി മിനുക്കുക എന്നുള്ളത്, കൊക്ക് കൊണ്ടിങ്ങനെ അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകൾ കളയുക, അതിനാണ് പ്രീനിങ് എന്ന് പറയുന്നത്. ആൻഡ് സി, only his mother was looking at him. And Amma, the mother bird alone was looking at him. അമ്മ മാത്രമാണ് ഇവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്ന് നോക്കുകയെങ്കിലും ചെയ്യുന്നു. So we have seen that only the mother bird is looking at her son. എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. Still, she is looking at him. And she was standing on a little high hump on the plateau, her white breast thrust forward. And she is standing on a little high hump. Hump means കുറച്ചൊന്ന് മൗണ്ട് ചെയ്ത് നിൽക്കുന്ന, കുറച്ചൊന്ന് സ്വെല്ല് അല്ലെങ്കിൽ ഒരു ചെറിയ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലം, ആ ലെഡ്ജിലെ കുറച്ച് പൊങ്ങിയ സ്ഥലത്ത്. ആൻഡ് ഹൗ ഹർ ഫിസിക്കൽ അപ്പിയറൻസ് ഈസ് ഡിസ്ക്രൈബ്ഡ്, ഹർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. പക്ഷി നിൽക്കുന്ന പൊസിഷൻ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ ഒരു പിക്ചർ കണ്ടതാണ്. കഴുത്ത്, കുഞ്ഞി തല കുറച്ചൊന്ന് പുറകോട്ട് നിന്നിട്ട് ആ ചെസ്റ്റ് ഇത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, മുമ്പോട്ട് തള്ളി നിൽക്കുന്നത് പോലെ. And now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. Okay, she is not simply standing and looking at her son. വെറുതെ മോൻ എന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയല്ല. ഷീ ഈസ് ഡൂയിങ് സംതിങ്. അതിൻ്റെ കൂട്ടത്തിൽ അവനെ ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ചെയ്യുന്നത് നോക്കൂ. ദർ ഇസ് എ പീസ് ഓഫ് ഫിഷ് അറ്റ് ഹർ ഫീറ്റ്. കാലിൻ്റെ അടിയിലായിട്ട് ഒരു ഫിഷിൻ്റെ പീസ് കിടപ്പുണ്ട്. അത് വെറുതെ കാലിൻ്റെ ചോട്ടി പിടിച്ചിരിക്കുക മാത്രമല്ല, ഷീ ഈസ് ടിയറിങ് അറ്റ് ഇറ്റ്. ടു ടിയർ മീൻസ് കൊത്തി വലിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷികൾ ഈ ഇറച്ചി കഷ്ണം അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കഷ്ണങ്ങൾ കൊത്തി വലിക്കുന്നതെന്ന് ഓർത്ത് നോക്കുക. അതുപോലെ കാലിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണത്തിൽ ഈ അമ്മ പക്ഷി ഇടയ്ക്കിടയ്ക്ക് കൊത്തി വലിക്കുന്നുണ്ട്. എന്നിട്ട് അനദർ പെക്യൂലിയാരിറ്റി ഓഫ് ദ ബേർഡ്, നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ് ഇതും, ദേ ഷാർപ്പൻ ദെയർ ബീക്സ്. പാറക്കല്ലിലോ അല്ലെങ്കിൽ മരത്തിൻ്റെയിലോ ഒക്കെ കൊക്കിങ്ങനെ ഒരച്ച്, രണ്ട് വശവും ഒരച്ച് മൂർച്ച കൂട്ടുന്നത് കണ്ടിട്ടുണ്ട്. സോ ഇവിടെ അമ്മ പക്ഷിയും അതാ ചെയ്യുന്നത്. ഷീ ഈസ് സ്റ്റിയറിങ് അറ്റ് ദ ഫിഷ്, ദെൻ ഇൻ ബിറ്റ്വീൻ ഷീ ഈസ് ഷാർപ്പനിങ് ഹർ ബീക്ക്. ആ ഒരയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹർ ബീക്ക് എന്നുള്ളത് പറയുന്നത്. ആൻഡ് തിങ്ക് ഓഫ് ആ ലിറ്റിൽ സീകൾ. തലേ ദിവസം തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല നമ്മുടെ ചെറുക്കൻ. ഉണങ്ങിയ ഒരു കഷ്ണം മാക്കറൽ സ്റ്റെയിലാണ്. പിന്നെ നിവർത്തിയില്ലാണ്ട് ഹി നോഡ് അറ്റ് ഹിസ് ഓൺ എക്സൽ. സ്വന്തം മുട്ടത്തോട് വരെ കൊത്തി തിന്നാൻ നോക്കിയവനാണ്. അവൻ നോക്കുമ്പോൾ കാണുന്ന എന്താണ്? അമ്മയുടെ കാൽക്കൽ നല്ല ഫ്രഷ് പീസ് ഓഫ് ഫിഷ്. ജസ്റ്റ് ഇമാജിൻ യുവർ സെൽഫ്. ആ പക്ഷിയുടെ സ്ഥാനത്തൊന്ന് ചിന്തിച്ച് നോക്കുക. വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ മുമ്പിലായിട്ട് ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാകാവുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. യെസ്, ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. അണ്ടർലൈൻ ദാറ്റ്. ആ ഭക്ഷണം കണ്ടതും അവൻ എന്താ തോന്നിയതെന്ന് അവന് തന്നെ പറയാൻ പറ്റും. ഹി വാസ് ജസ്റ്റ് മാഡ് ബിക്കോസ് ഓഫ് ഹങ്കർ. വിശപ്പ് മൂത്ത് ഭ്രാന്താവുക എന്നൊക്കെ പറയുന്നത് പോലെ. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ, സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. ടു വെറ്റ് മീൻസ് ടു ഷാർപ്പൻ. പണ്ട്, അതായത് അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ അവർ പീസ് ഓഫ് ഫിഷൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ അവനും ഇടയ്ക്കിടയ്ക്ക് കൊത്തി വലിക്കും, ഇടയ്ക്കിടയ്ക്ക് കൊക്കിൻ്റെ മൂർച്ച കൂട്ടും. ആൻഡ് ഹി ലവ് ഡൂയിങ് ദാറ്റ്. അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യുന്നത്. അതാണിപ്പോൾ അമ്മ അവൻ്റെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹി അട്ടേർഡ് എ ലോ കാക്കിൾ. കാക്കിൾ ഈസ് ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബേർഡ്. ദാറ്റ് ലോ കാക്കിൾ മീൻസ് ഇറ്റ് ഷോസ് ഹിസ് ഹെൽപ്ലെസ്നെസ്. എൻ്റെ അമ്മേ എന്നുള്ള ആ ഒരു ദയനീയമായിട്ടുള്ളത്, എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ എന്നുള്ള രീതിയിൽ അമ്മയെ നോക്കി ദയനീയമായിട്ടൊരു കരച്ചിൽ. ഹിസ് മദർ കാക്കിൾ ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അമ്മ ഓൾസോ ഈസ് റെസ്പോണ്ടിങ്. ഷീ ഓൾസോ കാക്കിൾഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അമ്മയും ഒരു ചെറിയൊരു ശബ്ദം പുറപ്പെടുവിച്ചു, എന്നിട്ട് അവനെ തന്നെ വീണ്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. So we will stop today's class here and continue with the rest of the story in the next class. Thank you.